ഇന്ന് നമ്മൾ ഒന്ന് സംസാരിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇത് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറേ ദിവസമായിട്ട് എല്ലാവരും പറയുന്നു മുഖം കാണിച്ചൊരു വീഡിയോ എടുക്കണം. അപ്പം മുഖം കാണിച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ, ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് ക്യാമറാമാനും എഡിറ്ററും അരിച്ചിലും പറക്കും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എടുക്കാൻ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തേ നമുക്കൊരു വീഡിയോ അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ മുഖവും കാണും, നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, ചാനൽ തുടങ്ങുന്നതിന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. നമുക്ക് ആദ്യം എൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണല്ലായിരുന്നു, ചെറിയ ഫോണായിരുന്നു. ഈ ആൻഡ്രോയിഡ് ഫോൺ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഈ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോകളൊക്കെ വരത്തില്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്താ ഇത് ഒരു ചാനൽ തുടങ്ങിയിട്ടാണോ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കുമ്പോൾ ഇങ്ങനെ വീഡിയോകൾ വരുന്നു, നമ്മളങ്ങ് കാണുന്നു. ചില വീഡിയോകൾ പറയുമ്പോൾ ഈ ചേച്ചിയാണെങ്കിൽ ഭയങ്കര സംസാരമാണ്, പാചകം ചെയ്യുന്ന കാണിക്കത്തില്ല, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, സംസാരമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളതങ്ങ് വിടും. പക്ഷേ ഇത് അങ്ങനെ ഒരു ചിന്തയും വന്നിട്ടില്ല. ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നോ അതുവഴി ഒരു വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതൊന്നും നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് 2-3 വർഷം മുന്നേ ഞാൻ തോന്നി ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞിങ്ങനെ യൂട്യൂബ് ചാനൽ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും. നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ A to Z ഒന്നും അറിയത്തില്ല, നമുക്ക് വരുമാനം കിട്ടും. അതെവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നൊന്നും നമുക്കറിയത്തില്ല. വരുമാനം കിട്ടും, ഒരു ഇൻകം കിട്ടും എന്ന് മാത്രം അറിയും. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അതൊന്നും ചെയ്യണമല്ലോ, നമുക്ക് നോക്കാം. എനിക്കാകെ അറിയാവുന്നൊരു മേഖല കുക്കിംഗ്. വലിയ എൻ്റെ ചാനലൊക്കെ വീഡിയോ ഒക്കെ കാണുന്നില്ലല്ലേ, വലിയ പ്രൊഫഷണൽ കുക്കൊന്നും അല്ല. എന്നാലും ശരി, എല്ലാം നമ്മൾ ചെയ്യും, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും. എൻ്റെ എന്താ പറയുന്നത്, ലൈറ്റിൻ്റെ വയറൊക്കെ കൂട്ടത്തിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ നമുക്കൊരു വീഡിയോ തുടങ്ങാം, കുറച്ചൊരു അടുത്തിരിക്കാം. അപ്പോൾ നമുക്കൊരു വീഡിയോ തുടങ്ങാം, ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാനിവിടെ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടാ ഞാനിതുപോലെ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങട്ടെ. കാരണം എനിക്ക് ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലിയുണ്ട്. മനുഷ്യൻ ആർട്ടിസ്റ്റാണ്, ആ ഭിത്തിയൊക്കെ ഉണ്ടോ വരച്ച് വെച്ചേക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇനി ഫുൾ ഇൻറ്റീരിയർ ഡിസൈനിങ് പുള്ളി ചെയ്യും. അപ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ 2 ആമക്കൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ലേ, അതിൻ്റെ കുഞ്ചുശ്രീയുടെ കുഞ്ചു, ശ്രീകുട്ടൻ്റെ ശ്രീയും കൂടെ ചേർത്ത് തന്നെ കുഞ്ചുശ്രീ എന്നൊക്കെയുള്ള വീഡിയോ ചാനൽ ഇട്ടേക്കുന്നു. അപ്പം ശ്രീകുട്ടൻ മൂത്തത്, അതിൻ്റെ പേര് അർജുൻ ബി രഞ്ജിത്ത്, ഇളയത് അഭിനവ് ബി രഞ്ജിത്ത്, അയാളാ കുഞ്ചുസ്. അപ്പോൾ ഇവർ 2 പേരും കൂടെ ചേർത്താ കുഞ്ചുശ്രീ. അപ്പോൾ ഞാനിങ്ങനെ പറയും. അപ്പം പിന്നെ നമ്മളെന്താ പറഞ്ഞാലും നോ എന്നൊന്നും പറയത്തില്ല ആൾ. അവന്മാരവിടെ കളിക്കുന്നു. അപ്പം ഞാൻ അത് നോക്കാൻ പോയതാണ്. ചെറിയ ചെടിയുടെ കായില്ലേ, ചെറിയൊരു മഞ്ഞ ചെടി, ഗോഡ് സ്പോട്ട് പണ്ട് നമ്മളങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ കാ പറിച്ച് ടിന്നിനകത്തിട്ട്, അപ്പോൾ അത് വായി വെക്കരുതെന്ന് പറയാൻ പോയതാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാനൊരു ചാനൽ തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ തുടങ്ങിക്കോ, എന്നെ പ്രതീക്ഷിക്കരുത്, വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കരുത്, തന്നെ ചെയ്യുന്നെങ്കിൽ ചെയ്തോ, അങ്ങനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അതൊന്നും ചെയ്യണ്ട, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ശ്രീകുട്ടനോട് പറഞ്ഞു, മൂത്ത മോനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം, അപ്പോൾ അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ യൂട്യൂബിനകത്ത് 8ാം ക്ലാസ് അന്ന് 7ാം ക്ലാസ്സിലാണ്. പുള്ളിക്ക് നമ്മളെക്കാട്ടി അവർക്കെല്ലാം ഇപ്പം അറിയാമല്ലോ, അവർക്കൊക്കെ ഓൺലൈൻ കാര്യങ്ങൾ നമ്മളെക്കാട്ടി നന്നായിട്ട് അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞു, അമ്മേ യൂട്യൂബ് ചാനൽ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താൽ മതി, യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളത് സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ അതിനകത്ത് അതറിയാൻ പറ്റും. അപ്പം ഞാൻ കുറേ ചാനൽ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് അറിയാമല്ലോ, ഇങ്ങനെ മേളിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മൊത്തം അങ്ങനെയല്ലേ. കുറേ വീഡിയോകൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു തരുന്നതൊക്കെ നമ്മളങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവത്തില്ല, ചില വീഡിയോകളൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഒത്തിരി ചാനൽ ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ ഇതെനിക്ക് പേര് പറയണം. കാരണം അവർക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് അവരെ പേഴ്സണലി അറിയത്തില്ല, അവർ ഏത് നാട്ടുകാരാണ് പോലും അറിയത്തില്ല. അങ്ങനെ കുറേ ചാനൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളുടെ തോണി എന്നങ്ങനെയോ പറയുന്ന ഒരു ചാനൽ, അതൊരു പുള്ളിക്കാരത്തിയാണ് വന്നത് സംസാരിക്കുന്നത്. ഞാൻ ആ 1-2 വീഡിയോ കണ്ടേ കണ്ടുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്തില്ലായിരുന്നു, അങ്ങനെ കണ്ടുള്ളൂ.
അപ്പം പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞു, ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡാണോ ആങ്ങളെയാണോ ആരാന്നോ ഒരാൾ പുള്ളിയാ വന്നിരുന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചാനൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യണോ എന്നുള്ളത്. അത് ഞാൻ 2-3 വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സിമ്പിളായിട്ട് തോന്നി. കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കത്തക്ക പോലെ തന്നെ, ആദ്യമായിട്ട് വരുന്നവർക്ക് മനസ്സിലാക്കത്തക്ക പോലെ തന്നെ അവരത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ആ വീഡിയോ മഞ്ചേട്ടൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്തിട്ട് അത് വീഡിയോ കണ്ട് എൻ്റെ ഫോണിൽ അവർ പറയുന്നത് പോലെ തന്നെ ചെയ്തു. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് ചെയ്തു. അപ്പം അങ്ങനെ ചാനൽ തുടങ്ങി. അപ്പോൾ ഈ ചാനൽ ഞാൻ ആദ്യം വേറൊരു പേരായിരുന്നു കൊടുത്തത്. സത്യം പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ഓർക്കുന്നില്ല, അത് എന്തോ ഒരു പേര്. അപ്പോൾ അതെന്തോ ചെയ്ത കൂട്ടത്തിൽ അതങ്ങ് പോയി, ആ പേരങ്ങ് പോയി. പേര് ചാനലോ അതെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചിട്ട് പിന്നെ ചെയ്തതാണ് കുഞ്ചുശ്രീ. അപ്പോൾ ഒരു പഴയ ഫോണായിരുന്നു, റെഡ്മിയുടെ എങ്ങാണ്ട്, ഒപ്പോ അല്ല റെഡ്മി അങ്ങനെ എന്തോ ഒരു ഫോണായിരുന്നു, ഒരു പഴയ ഫോൺ. ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ആ ഫോണ് താഴെ വീണ് പൊട്ടിപ്പോയി, അതങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ ചാനൽ അന്ന് എനിക്ക് ഏതാണ്ട് 100 എത്രയെങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടേ ആയുള്ളൂ ആ ഫോൺ പൊട്ടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മനുഷ്യനോട് പറഞ്ഞു, നമുക്ക് ഫോൺ ഞാൻ ഫോൺ വാങ്ങിച്ചു തരാം. എനിക്ക് ക്യാമറയൊന്നുമില്ല, മൈക്കില്ല, അപ്പോൾ ഫോൺ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഫോൺ വാങ്ങിച്ചു തന്നിരിക്കുന്നത്. വിവോ മോഡലൊന്നും അറിയത്തില്ല കേട്ടോ, പറഞ്ഞുതരാം. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ചുമ്മാ പൊട്ടത്തര എന്തെങ്കിലും ഇത് പറയുന്നല്ലാതെ ഇങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ സംസാരമൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞിട്ട് ആളില്ല, എനിക്കറിയാൻ വയ്യാത്ത കാര്യമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ സംസാര രീതിയൊക്കെ. പക്ഷെ ചുമ്മാ ഒന്നും അറിയത്തില്ല, ആധികാരികമായിട്ടുള്ള ഒന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെ ഇത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തു. പിന്നെ നമ്മുടെ ചാനൽ അറിയാമല്ലോ, ശ്രീകുട്ടന് രാവിലെ 8:30 പോകണം. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഡ്യൂട്ടി, ഞാൻ ആ സ്ഥാപനമൊന്നും പറയുന്നില്ല, ഗവൺമെൻറ് എംപ്ലോയിയാണ്. ചിലപ്പോൾ അതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊക്കെ. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് ഇന്നിപ്പോൾ 11 മണിക്ക് രാവിലെ കയറിയാൽ നാളെ 11 മണിക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ 24 മണിക്കൂറാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ നാളെ 11 മണിക്ക് ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെ മനുഷ്യട്ടൻ ചോറ് തെർമൽ കുക്കറിൽ തിളപ്പിച്ച് വെക്കും. പിന്നെ നമ്മുടെ തൊട്ട് മേളിൽ, ഇപ്പോൾ ഞാൻ ഹാളിലാണ് എൻ്റെ ഇരിക്കുന്നത്, ആ കാണുന്നത് ഒരു ബെഡ്റൂം, ആ കാണുന്നത് അടുക്കള, അവിടെ ഒരു ബെഡ്റൂമുണ്ട്, പിന്നെ സിറ്റ് ഔട്ട്. ഈ ഹാളിൽ ഇരുന്നിട്ട് നേരെ മേളിലോട്ട് നോക്കുന്നത് മഞ്ചേട്ടൻ്റെ വീടാണ്. അമ്മയും അച്ഛനും അനിയനും താമസിക്കുന്ന ഒരനിയൻ അങ്ങ് കായംകുളത്ത് വൈഫിൻ്റെ വീടിൻ്റെ അടുത്ത് വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അവരവിടെ സെറ്റിലായിരിക്കുന്നത്. അവധിക്ക് വരും, മോനൊക്കെ വരും, എല്ലാവരും വരും. അപ്പോൾ അമ്മ രാവിലെ കറിയൊക്കെ കൊണ്ട് കൊടുക്കും, ചോറ് പൊതിക്ക് കൊടുക്കാനുള്ള കറിയൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇളയാൾ അതുവഴി അങ്ങോട്ട് പോയിട്ടുണ്ട്, അടുക്കളയിലോട്ട് എന്തോ തിരക്കാൻ പോകുന്നുണ്ട്. കറിയൊക്കെ കൊണ്ട് കൊടുക്കും. അവർ ചോറ് കൊണ്ടുപോകും, മൂത്താളും ചോറ് കൊണ്ടുപോകും. ഇളയാൾക്ക് അമ്മ കഞ്ഞി കൊടുത്ത് രാവിലെ. ഞാനില്ലാത്ത ദിവസം കാപ്പി ഉണ്ടാക്കത്തില്ല, കാരണം അമ്മയ്ക്ക് ഗ്യാസില്ല, അമ്മ എല്ലാം വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പം കാപ്പി ഉണ്ടാക്കത്തില്ല, രാവിലെ ചോറ് കഴിക്കും. പിന്നെ മക്കൾക്ക് അവർക്ക് 3 നേരം കഞ്ഞി കൊടുക്കാമെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത് കഞ്ഞി കുടിച്ചോളും, വലിയ നിർബന്ധമൊന്നുമില്ലാത്ത കൂട്ടത്തിൽ. ഞാൻ വിളിച്ചാൽ വന്നില്ല, പോവാന്ന് കളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഓടി വന്നതാണ്. അപ്പം കഞ്ഞി കുടിച്ചോളും അവർ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ എല്ലാം കറിയൊക്കെ വെന്ത്, പിന്നെ ഞാൻ വരുമ്പോൾ ഈ മീൻ കറി കാണിക്കുന്ന മെയിനായിട്ടെന്ന് വെച്ചാൽ അമ്മ മീൻ ഞങ്ങൾക്ക് 2 കൂട്ടർക്കും മീൻ വാങ്ങും. അമ്മയുടെ മീൻ വാങ്ങിച്ച് വെട്ടി കറി വെക്കും. അപ്പം എൻ്റെ മീൻ അമ്മ വെട്ടി ഫ്രിഡ്ജ് വെച്ചേക്കും. അപ്പം ഞാൻ വരുന്നുണ്ട്, മീൻ എപ്പോഴും നമ്മുടെ മീൻ കറി കാണിക്കുമ്പോൾ ക്ലീൻ ചെയ്ത മീനല്ലേ മിക്കവാറും കാണിക്കുന്നു, മീൻ വെട്ടുന്ന ഒന്നും കാണിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതാ പരിപാടി, മീൻ വെട്ടി വെച്ചിരിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ഇല്ലായ്മയാണ്. അത് ഭയങ്കര, എൻ്റെ മുഖം വീഡിയോയിൽ കാണിച്ചാൽ എങ്ങനെയാ, അല്ലെങ്കിൽ അത് ശരിയല്ല, വീഡിയോയിൽ കാണിക്കുന്നത് ശരിയല്ല, എനിക്ക് ഭയങ്കര എന്താ അതിന് പറയുന്നത്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ഒരു ചാനൽ കാണും, നമ്മൾ നല്ല കാര്യങ്ങളും നല്ല ചാനലും എവിടെ കണ്ടാലും നമ്മൾ പറയണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം അത് പിന്നെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ചാനൽ തുടങ്ങി, ഞാൻ ഞങ്ങളുടെ തോണി എന്നുള്ള ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പിന്നെ വീഡിയോ എടുത്തതിൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക്. ഞാനെല്ലാം മ്യൂസിക്കൊക്കെ ഇട്ടേക്കാം, നമുക്ക് സംസാരിക്കാനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സൗണ്ട് കൊള്ളത്തില്ല, അങ്ങനെയുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുത്ത് നമുക്ക് അതിനകത്ത് ഒത്തിരി തെറ്റ് വരുമല്ലോ, കുറേ
പൗസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ വീഡിയോ എടുത്ത് ഞാനാണെങ്കിൽ ഫോൺ ഓണാക്കിയേ അങ്ങ് വെച്ചിരിക്കും. അപ്പം മോൻ പറഞ്ഞു എനിക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് HD ക്യാമറയെന്നും പറഞ്ഞുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുത്തു തന്നു. അപ്പോൾ അമ്മ ഇനി വീഡിയോ എടുക്കുമ്പോൾ ഇതിനകത്ത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ വീഡിയോ എടുത്തു. പിന്നെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത വീഡിയോ എങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെയുള്ള വീഡിയോകൾ പിന്നെ ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള നല്ലൊരു കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാം. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് പിന്നെ പുള്ളി എന്നെ പഠിപ്പിച്ചാൽ എൻ്റെ മോനെ പഠിപ്പിച്ച് ഇത് എഡിറ്റ് ചെയ്യുന്ന ഇങ്ങനെ, ഇത് മ്യൂസിക് കയറ്റുന്ന ഇങ്ങനെ. അപ്പോൾ എന്നാലും ഇതിനെക്കുറിച്ചൊന്നും ഒത്തിരി വലിയ അറിവൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല കേട്ടോ. എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നവർക്കറിയാം. അപ്പോൾ നമുക്ക് വലിയ അറിവൊന്നുമില്ല. പിന്നെ ഒരു വീട്ടമ്മയെന്നുള്ള നിലയിൽ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. പറയുമ്പോൾ നമുക്ക് ഒത്തിരി സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ എനിക്ക് ജോലിക്ക് പോയിട്ട് വന്ന് എനിക്കൊരു സ്വയം തൊഴിൽ തുടങ്ങാനോ തയ്ക്കാൻ എനിക്കറിയത്തില്ല. പിന്നെ അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ എക്സ്ട്രാ വരുമാനം ഇതിൽ കൂടെ കിട്ടുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിലല്ല. നമ്മളെല്ലാവരും പറയുന്ന പോലെ എനിക്ക് എൻ്റെ ഒരു ഫാഷൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുക്കിംഗ് ഒത്തിരി വലുതായതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണിക്കണമെന്നോ ഞാൻ പറഞ്ഞില്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്കൊരു വരുമാനം കിട്ടും. അപ്പോൾ വരുമാനം കിട്ടണം, നമുക്കതുവഴി രക്ഷപ്പെടണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വീഡിയോ തുടങ്ങിയതും ചാനൽ തുടങ്ങിയതും വീഡിയോയിലിടാൻ തുടങ്ങിയതും ഒക്കെ. അല്ലാതെ നമ്മൾ ഫാഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇച്ചിരി സമയം ഉള്ള സമയത്ത് നമുക്കിതൊക്കെ ചെയ്യാം അതൊന്നും ഓർത്തിട്ടല്ല കേട്ടോ. ഉള്ള കാര്യം നമ്മളുള്ളതായിട്ട് തന്നെ പറയണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് തുടങ്ങിയത്. അപ്പോൾ ഇപ്പം ഞാനിത് പറയാൻ കാരണം പിന്നെ അതുകൂടെ പറയാം. ഇപ്പം ഞാൻ ഒരു ഷോർട്ട് വീഡിയോയോ ഒരു ലോങ് വീഡിയോയോ എന്തെങ്കിലും ഒന്നിട്ടാൽ ഒരാളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും. ഒരു സബ്സ്ക്രൈബെങ്കിലും കിട്ടും. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒരു കോൺഫിഡൻ്റായി യൂട്യൂബിൽ എൻ്റെ ചാനൽ കാണുന്നുണ്ട്, യൂട്യൂബിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടുതലും എന്നെപ്പോലെ തന്നെ തുടക്കക്കാർ തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയിട്ട് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം നമുക്കൊരു ഇതല്ലേ, അവരൊരു ചിലപ്പോൾ 44 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 300 400 ചിലപ്പോൾ എന്നെക്കാട്ടി കൂടുതലുള്ളവർ. പക്ഷെ ഞാനും പോയി അന്നേരം അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒന്ന് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമാ നടനോ സിനിമാ നടിയോ കണ്ടില്ലേ, റൊണാൾഡോ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടില്ലേ, റൊണാൾഡോ ബുധനാഴ്ച എങ്ങാണ്ട് ഒരു ചാനൽ തുടങ്ങി. പിറ്റേ ദിവസമോ അന്ന് തന്നെയോ എങ്ങാണ്ട് പുള്ളിക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടി. എന്താ അത്ര ആൾക്കാർ ആ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സിനിമാ നടന്മാരോ നടിമാരോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരോ അവരൊക്കെ ആയിക്കോട്ടെ, അവരുടെയൊക്കെ വീഡിയോ എല്ലാവർക്കും കാണാൻ കണ്ടോട്ടെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ സാധാരണക്കാരൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അവരുടെ ടോട്ടൽ സബ്സ്ക്രൈബ് നോക്കും. അപ്പോൾ ഇപ്പം 10Kയോ അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അതല്ലാത്തവരാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. കാരണം 1000 താഴെയാണെങ്കിൽ 1000 താഴെ ആരുടെ വീഡിയോ ഞാൻ കണ്ടാലും ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്ന വീഡിയോകൾ ഇപ്പം കുറേ വൾഗറായിട്ട് അല്ലെങ്കിൽ കുറേ അങ്ങ് ആൾക്കാരങ്ങ് വല്ലാത്ത രീതിയിലൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അത് ഞാൻ ചെയ്യണമെന്ന് പറയത്തില്ല. പക്ഷേ നമ്മളൊരു യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ഒരു പാചകത്തിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാനൽ ഈ 1000 കുറവുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്നെ കൂടെ ഞാൻ പറയും കേട്ടോ. അങ്ങനെ കാണുമ്പം എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ നോക്കണം. കാരണം ഒരു മനുഷ്യർ ഒരു ജോലി ചെയ്യാൻ ജോലിയല്ല, നമ്മളൊരു കാര്യം ചെയ്യാനൊരു താല്പര്യം ഉണ്ടല്ലോ ഒരാൾക്കാർക്ക്. അപ്പം നമ്മൾ ഒരു കാര്യം ഓർത്താൽ ഇപ്പോൾ എനിക്ക് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനിത് ചാനൽ തുടങ്ങി. അപ്പം നമ്മൾ പെട്ടെന്ന് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മളത് ചെയ്യുമ്പോൾ ഒരു മീൻകറി വെക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം എടുത്ത് റെഡിയാക്കി നമുക്ക് മീൻകറി വെക്കാം. പക്ഷേ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അത് അതിൻ്റേതായ താമസം വരും എല്ലാത്തിനും. അത് ഭയങ്കര ബുദ്ധിമുട്ട് ഓരോരുത്തർ. അപ്പം ഞാൻ എപ്പോഴും പറയും, ഈ നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ട് പറയും എന്നാ പറഞ്ഞ സിനിമയായിരുന്നു, ഇത് ഒരു രസവും ഇല്ലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഒരു ചെറിയ 2 മിനിറ്റ് ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് ചെയ്തു വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ മനസ്സിലായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കുറ്റം പറയത്തില്ല അങ്ങനെ. കാരണം എന്തും വേണ്ടി ആൾക്കാരുടെ കഷ്ടപ്പാട്, എത്ര ദിവസത്തെ കഷ്ടപ്പാട്, എന്തും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമയൊക്കെ എടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ കുറ്റം പറഞ്ഞത് മറ്റേ നേരത്തെ ഞാൻ ഭയങ്കര കുറ്റക്കാരിയായിരുന്നു കേട്ടോ. ഏത് സിനിമ കണ്ടാലും ഏത് പാട്ട് കണ്ടാലും എന്ത് കണ്ടാലും ഇത് കൊള്ളത്തില്ലെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. കാരണം എനിക്കത് മനസ്സിലായി എൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ഈ മുഖം കാണിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർക്കുന്നത് എന്താണെന്നറിയാമോ,
അപ്പം നല്ല ചാനലുകൾ, നല്ല ആൾക്കാർ പറയുന്ന മോട്ടിവേഷൻ വീഡിയോകൾ, എനിക്ക് പ്രേയർ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കേട്ടോ. ഇപ്പം സിംഗിൾ ബോബൻ എന്നും പറഞ്ഞൊരു ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ട്, ചാനലുണ്ട്. ചേച്ചി ആലപ്പുഴക്കാരിയാണ്, ദുബായിലോ ഗൾഫിലോ അങ്ങാണ്ട് സെറ്റിലാണ്. എനിക്കും പേഴ്സണലി ആ ചേച്ചി അറിയത്തില്ല, എൻ്റെ ചാനലൊന്നും പുള്ളിക്കാരത്തി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എനിക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ പുള്ളിക്കാരത്തിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരത്തിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ അതൊരു പ്രചോദനം കേട്ടോ. കാരണം സാധാരണ പക്ഷെ പുള്ളിക്കാരത്തി കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കാണുമ്പോൾ ഇത് ഏതാണ്ട് വലിയ ഇത്. പക്ഷെ അല്ല, പുള്ളിക്കാരത്തി സാധാരണ നിലയിൽ നിന്ന് വന്ന് പുള്ളിക്കാരത്തിയുടെ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് പോലെ പുള്ളിക്കാരത്തിയുടെ ഒരു രീതിയൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ അയ്യോ കൊത്തോ കടവാ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നവർക്കൊരു എന്തായാലും പറയുന്നത് ഒരു പ്രത്യേക എനർജിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു വീഡിയോ ഇടാം, ഇങ്ങനെ മുഖം കാണിച്ച് എൻ്റെ മുഖത്തിന് എന്താ കുഴപ്പം, ഞാൻ നോക്കിയിട്ട് ഞാൻ ഭയങ്കര സുന്ദരിയാണ് അല്ലേ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്കൊരു കണ്ണാടി ഉണ്ട് കേട്ടോ. കണ്ണാടി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വായിക്കാനും ദൂരകാഴ്ചയില്ല. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ഇപ്പോൾ വീഡിയോക്കകത്ത് കണ്ണാടി വെച്ചില്ല കേട്ടോ. കാരണം അന്തവലി ചേച്ചി പറയുന്ന പോലെ കണ്ണാടി വെക്കുമ്പോഴാണോ എടുക്കുമ്പോഴാണോ പ്രായം എന്ന് പറയുന്ന പോലെ ഞാൻ കണ്ണാടി വെച്ചില്ല, കണ്ണാടി അങ്ങ് മാറ്റി. അപ്പോൾ നമുക്ക് പോകെ ഇനിയും കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ഓർക്കാം ആദ്യം എന്തായാലും ഞാൻ കണ്ണാടി വെക്കുന്നില്ല, കണ്ണാടി വെച്ച് അങ്ങനെ എൻ്റെ പ്രായം അങ്ങനെ പറയുന്നില്ല എന്ന് ഓർക്കും. പിന്നെ മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പം ആ ചേച്ചിയുടെ വീഡിയോ എനിക്കൊരു മുഖം കാണിച്ചൊരു വീഡിയോ. പിന്നെ തന്നെയല്ല ഇവിടെ മഞ്ചേട്ടൻ എപ്പോഴും പറയും, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രഞ്ജിത്ത് ഭാസ്കർ എന്നാണ് കേട്ടോ. മനു എന്ന് വീട്ടിൽ വിളിക്കുന്നു. ഞാൻ മഞ്ചേട്ടാന്ന് വിളിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷനാണ്, മണിച്ചേട്ടനാണോ അതിപ്പോൾ എൻ്റെ വായി വരുന്നതൊക്കെ ഞാൻ വിളിക്കും. പിന്നെ അന്നേരം മഞ്ചേട്ടനാണ് പറഞ്ഞത് നീ ഇങ്ങനെ നിൻ്റെ ചാനൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഉറക്കത്തിലൊക്കെ ഇത് തന്നെ ചിന്ത, ഉറങ്ങിക്കിടക്കുമ്പോഴേ രാവിലെ എഴുന്നേക്കും. ഇപ്പോൾ 2 മണിക്ക് നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ട് ഒരു 2 മണിക്ക് 3 മണിക്കൊക്കെ നമ്മൾ എഴുന്നേക്കുവാന്ന് വെച്ചോ, മനുഷ്യരല്ലേ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേക്കത്തില്ലേ. ചാടി എഴുന്നേറ്റ് ആദ്യം ബാത്റൂമിലോട്ടല്ല പോകുന്നത്, ചാടി എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുക, ഒരു സബ്സ്ക്രൈബ് ഒന്നും കൂടെ കൂടിയോ, ഇപ്പം 460 പേരായി, ഒരാളൂടെ കൂടിയോ എന്ന് നോക്കി. ഒരാളൂടെ കൂടിയെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അന്നേരം എല്ലാം നെഞ്ചും വിരിച്ചാണ് പോകുന്നത്, ബാത്റൂമിൽ പോയിട്ട് വന്ന് കിടക്കുന്നത്. കാരണം അന്നേരം പിന്നെ ഒരു ആശ്വാസം ഒരാളൂടെ കൂടിയത്. പക്ഷെ ഒരാളും കൂടെ ആയില്ലെങ്കിൽ ഒരാളും കൂടെ ആയില്ല കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. പിന്നെയെന്ന് വെച്ചാൽ എന്താ, മൈക്കില്ല എനിക്ക്. അപ്പം ഞാനിപ്പം പറ്റിക്കുമല്ലാതെ എന്താണെന്നറിയോ, ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇരപ്പും ഫാനിൻ്റെ ഇതും ഒക്കെ അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സൗണ്ടെല്ലാം അങ്ങ് മ്യൂട്ട് ചെയ്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയും, ചുണ്ടനക്കത്തി പിടിച്ച് പറഞ്ഞോണം, സംസാരിച്ചോണം, ചുണ്ടനക്കത്തി പറഞ്ഞ് സംസാരിച്ചോണം. അപ്പം മഞ്ചേട്ടൻ എന്നോട് എപ്പോഴും പറയും നിൻ്റെ വീഡിയോയ്ക്ക് മുഖം കാണിച്ച് വീഡിയോ എടുക്കണം. ഞാൻ പറയും മുഖം കാണിച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചാലേ ഒരാൾ വന്ന് വീഡിയോ എടുത്ത് തന്നാലല്ല മുഖം കാണിച്ച് വീഡിയോ എടുക്കാൻ പറ്റൂ. ഇതിപ്പോൾ ഞാൻ ചരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുക, പുറകിൽ നിന്ന് ഞാൻ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് നിന്നാൽ എൻ്റെ മുഖം കാണാൻ പറ്റും ഇല്ലല്ലോ. അപ്പം മുഖം കാണിച്ച് വീഡിയോ എടുക്കാൻ ഇവരാരും വരുത്തുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുഖം കാണിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് അന്നേ വിചാരിച്ചത്. ഇപ്പം ഞാനാണെങ്കിലേ ഞാൻ പറഞ്ഞില്ലയോ നമ്മുടെ സിംഗിൾ ബോബൻ ചേച്ചിയുടെ വീഡിയോകൾ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഒട്ടും താമസിക്കണ്ട, മുഖം കാണിച്ചൊരു വീഡിയോ ഒന്നും ഇട്ടേക്കാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം എൻ്റെ താങ്ക്സ്. കാരണം എൻ്റെ കുഞ്ഞമ്മയുണ്ട്, ഞാൻ പേരിപ്പോൾ പറയുന്നില്ല. പിന്നെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലൊക്കെ വിജയിച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാവർക്കും ഉള്ളൊരു നന്ദി പിന്നെ പറയാം. അന്നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പേരൊക്കെ മനസ്സിലാവും, ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ കുഞ്ഞമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. ഞാനൊരു 300 സംതിങ്ങിലൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. അവർ പെട്ടെന്ന് എല്ലാവരും കുറേ പേരങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം ഒത്തിരി ഒന്നും ആയില്ല, 500 അല്ല 600 ഒന്നും ആയിട്ടില്ല, 464 അത്രയും കണ്ടേ ആയുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ കോൺഫിഡൻ്റ് ഉണ്ട്, കാരണം അത്രയും ആയല്ലോ. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുന്നതിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെയുള്ള ഒത്തിരി വീഡിയോകൾ കാണും. ഒരു 5 വർഷം കൊണ്ട് അവർ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തതും അവർക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി 5 വർഷം കൊണ്ട്. അപ്പം ഞാനിപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് ഓഗസ്റ്റിൽ. അപ്പോൾ ഇത്രയായില്ലേ. അപ്പോൾ പിന്നെ എനിക്ക് 5 വർഷമൊന്നും ആകേണ്ടി വരത്തില്ല, അതിന് മുമ്പേ മോണിറ്റൈസേഷൻ ചെയ്യാനൊക്കെ പറ്റും നിങ്ങളൊക്കെ വിചാരിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നേരം അപ്പോൾ കുഞ്ഞമ്മയുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് കുറേ
പിന്നെ അനിയത്തിയുടെ ഫ്രണ്ട്സ്, അനിയത്തി തന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് അനിയത്തി ജോലിക്ക് പോകുന്നിടത്തു അവിടുന്ന് ഓഫീസിൽ നിന്ന് എഴുതുന്നത് അവൾക്ക് പറ്റുന്നിടത്ത് അവൾ ചെയ്തു. പിന്നെ അനിയൻ, പിന്നെ അങ്ങനെ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ കള്ളത്തരം കേട്ടോ. പുള്ളിയുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊന്നും അധികം ചെയ്യിപ്പിച്ചിട്ടില്ല. പുള്ളി ജോലിക്കൊക്കെ പോകുന്ന വീട്ടിലാണെങ്കിൽ, കാരണം അവരുടെ ജോലി എന്ന് വെച്ചാൽ എല്ലാവരുടെയും ജോലി കഴിഞ്ഞിട്ട് വീട്ടുകാരുമായിട്ട് നല്ല അടുപ്പമുള്ള ജോലിയല്ലേ ഇവരുടെ. എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിങ് കഴിഞ്ഞു, ആർട്ടിസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ, വരയ്ക്കുന്ന ആളാണ്, ഡിസൈനൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് തേപ്പും പെയിൻറ്റിങ്ങും വയറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ വിളിക്കുന്നത് ജോലിക്ക്. അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ വീട്ടുകാരുമായിട്ട് കുറച്ചുകൂടെ അടുക്കാം ഇവർക്ക്, ഇല്ലേ, നല്ലതായിട്ട് സംസാരിക്കാം എല്ലാവരും. പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ, ആരോടും പറയത്തില്ല. പുള്ളിയുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇവിടെ വരുന്ന ആരെങ്കിലും വന്നാൽ അവരോടൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ. പുള്ളി അങ്ങനെ ചെയ്യും. ഞാൻ അതിന് വഴക്കുണ്ടാക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വിജയിച്ച് കഴിയുമ്പം ഞങ്ങൾ മലേഷ്യക്ക് പോകും, സിംഗപ്പൂരിന് പോകും. ചുമ്മാ തട്ടൊന്നും കേട്ടിട്ട് ആരും അഹങ്കാരിയാന്ന് വിചാരിക്കല്ലേ. മലേഷ്യക്ക് പോകും, സിംഗപ്പൂരിന് പോകും, ഞാനും മക്കളോട് പോകുന്നു, ഇയാളെ കൊണ്ടുപോകത്തില്ലെന്നൊക്കെ പറയും. എന്നിട്ട് പുള്ളി എന്ത് പറഞ്ഞാലും ബാധ്യതയുടെ കാര്യം വല്ലതും പറയുന്നത്. നമുക്ക് കടമൊക്കെ ഉണ്ട്, കടമൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു കുടുംബമാണ്. സാധാരണയെന്ന് വെച്ചാൽ സാധാരണ ഒരു കുടുംബമാണ്. അപ്പം നമുക്ക് ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ പറയും, ഒരു ദിവസം എനിക്ക് ജോലി ഇല്ലെങ്കിൽ എന്തോ ചെയ്യും, ഒരാഴ്ച എനിക്ക് ജോലി ഇല്ലെങ്കിൽ എൻ്റെ നമ്മുടെ ശമ്പളം അറിയാമല്ലോ, മാസത്തിൽ കിട്ടുന്നത്. ഓഫീസിൽ കുറേ പിടുത്തവും കഴിഞ്ഞ് പേഴ്സണൽ ലോണും പിടിച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല. വണ്ടിക്കൂലിയൊക്കെ ഞാൻ പുള്ളിയോട് മേടിച്ചുകൊണ്ടാണ് പോകുന്നത് ഡീസൻ്റായിട്ട്. അപ്പോൾ പുള്ളി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പുള്ളിയോട് കുഴപ്പമില്ല, എൻ്റെ ചാനൽ വിജയിക്കട്ടെ, ഞാൻ ചെയ്തു തരാം. അതൊക്കെ ആദ്യമൊക്കെ കേട്ട് ഇപ്പോൾ ഇന്ന് ചാനൽ എന്ന് പറയുമ്പോഴേ തരും, പൊന്നു വിജി വേണ്ട, നീ അങ്ങ് ചെയ്തു, വേണ്ടെന്ന് പറയും. ചാനൽ വിജയിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയത്തില്ല ചാനൽ വിജയിക്കുന്ന കാര്യം പറയത്തില്ല. ഇപ്പോൾ മക്കളോടാണ് പറയുന്നത്. എന്ത് വേണം, ഗിയറുള്ള സൈക്കിൾ, ചാനൽ വിജയിക്കട്ടെ, മേടിച്ച് തരാം. ഇപ്പോൾ കേട്ടിപ്പോൾ മൂത്ത ആളും പറയുന്നുണ്ട്, വേണ്ടെന്ന്, സൈക്കിൾ വേണ്ട, നടന്നു പോയിക്കോളാം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വിടത്തില്ല. ഞാൻ